ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ മായ മനസ അല്ലേ പറയ്. Hello guys, welcome back to our channel Maya Manasa. Hey guys, welcome back to our channel Maya Manasa. ഞങ്ങളിപ്പോ ഇന്ന് ഔട്ടിങ്ങിന് പോവാണ്. തേഴ്സ്ഡേ വീക്കെൻഡ് ആയ സ്ഥിതിക്ക് ഐ ഹോപ്പ് അല്ലെങ്കിൽ നമുക്ക് വേറെ മാറ്റി പിടിക്കാറുണ്ട്. അപ്പോൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് വീണ്ടും ഞാൻ തന്നെയാണ് വ്ളോഗ്. എൻ്റെ വോയിസ് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. പപ്പാ ഹായ്. അപ്പം ഞങ്ങൾ ഇനി അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാം. ഏത് സ്ഥലം എപ്പോഴും കൺഫേം ആണ്, ആയിട്ടില്ല. ഓക്കെ യെസ് ഗൈസ്, അങ്ങനെ ഞങ്ങളിവിടെ കത്താറ ഉള്ളിലേക്ക് എത്തി. നല്ല കാറ്റ് അല്ലേ, നല്ല ക്ലൈമറ്റ്. നമുക്ക് ആ ഏരിയയിൽ പോയല്ലോ. കത്താറ വില്ലേജ്. കത്താറ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ എടുക്കുന്നുണ്ട്. മുമ്പേ ഒന്നും ഞാനിങ്ങനെ മൊബൈലും കൊണ്ട് നടക്കുകയില്ല, പിള്ളേരുടെ കയ്യിലായിരിക്കും. ഇപ്പോൾ ഞാനാണ് ഇങ്ങനെ വീഡിയോ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതാണെങ്കിൽ എത്ര പേർക്ക് കാണുമ്പോൾ ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്കറിഞ്ഞൂടെ എൻ്റെ വീഡിയോ പൊസിഷൻ നോക്കുമ്പോൾ. ഇവിടെ നിലത്ത് നോക്കാണ്ട് സ്ട്രേറ്റ് ഫോർവേഡായിട്ട് നോക്കിയിട്ട് മൊബൈൽ വീഡിയോ എടുത്തുകൊണ്ട് നടക്കാം. നേരം വെച്ചാൽ നാട്ടിലാണെങ്കിൽ ഉണ്ടല്ലോ, വീഡിയോ ഇങ്ങനെ എടുക്കുമ്പോൾ അഥവാ ഇങ്ങനെ സ്ട്രേറ്റ് നോക്കി എടുത്താൽ എപ്പോഴാണ് കുണ്ടിൻ്റെ ഉള്ളിൽ വീഴാന്ന് അറിയില്ല. റോഡിൽ തടഞ്ഞ് വീണ് നോക്കിയാൽ മതി, ഞാൻ എപ്പോൾ വീഴും നോക്കിയാൽ മതി. ഇവിടെ പേടിയില്ല, അങ്ങനെ നടക്കുന്നുണ്ട്. Yes, Maya Manasa. നീ എന്നെ കണ്ടേ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അല്ലേ? ഹായ് ഗിവി. വീത്തു ബാക്കിലുണ്ടാവും. വീത്തു ഇവിടെ. ആ ഇതിപ്പം നീ കുറച്ച് എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് നടക്കാം അല്ലേ? പിന്നെ ഇപ്രാവശ്യം വിൻ്റേഴ്സ് ഡേയിൽ കുറേ പ്രോഗ്രാംസ് ഉണ്ട് കേട്ടോ. അവിടെ എന്തൊക്കെയോ ഈവൻറ്റ്സ് വന്നിട്ടുണ്ട്. എന്താ ഉള്ളിൽ പോയി നോക്കട്ടെ എന്തൊക്കെയാണ് പരിപാടികളെന്നൊക്കെ. സോ നമ്മളിപ്പം അവിടെ ഫെസ്റ്റിവലിൽ പോയപ്പോൾ അവിടെ എന്തോ പരേഡിൻ്റെ ഷോ നടക്കുകയാണ്. ഖത്തർ നാഷണലിൽ പ്രമാണിച്ചായിരിക്കണം. സോ നൗ വി ആർ ഗോയിങ് ടു കത്താറ. ഖത്താറിലാണ് നമ്മളിപ്പോൾ, പക്ഷെ അവിടെ ഫെസ്റ്റിവലിൻ്റെ എന്തോ നടക്കുകയാണ്. സോ വി കെയിം ടു ഇതെവിടെ സ്ഥലം, എവിടെ ലൈക്ക് ബീച്ച് സൈഡ് അങ്ങനെ എന്തൊക്കെ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ നോക്കാം ഇൻസൈഡ്. വാവ്, സൂപ്പർ. എന്ത് രസമാണ് കാണാൻ. വാവ്, രസമാണ്. നല്ല രസമുണ്ടല്ലേ. This one about 3,000.
പോവാൻ പറ്റുമോ? ആ വാ നമുക്ക് ഉള്ളിൽ പോവാം. ഒറിജിനൽ പേടാ. നോട്ടെ നോട്ടെ കടലിന്റെ സൗണ്ട്. അയ്യോ കടൽ സൗണ്ട്, സൗണ്ട് ഇല്ല. പോള് കാണാൻ പേള്. ഇതെന്താ സാധനം? ഡേറ്റ്സ് പിന്നെ എന്തെങ്കിലും ഞങ്ങൾ ഗാവ ടേസ്റ്റ് ചെയ്യാൻ പോവാം കേട്ടോ. ഓക്കെ, മധുരം ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് ഡേറ്റ്സ് ഒന്ന് പിടിച്ചേ. ഡേറ്റ്സും ടേസ്റ്റ് ചെയ്യണം. വാവ്, അടിപൊളി അടിപൊളി അടിപൊളി, സൂപ്പർ. ഗാവ ടീ എല്ലാം കിട്ടി. ബിറ്റർ ടേസ്റ്റ് ആണ്. എല്ലാ ആംബിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതുവരെ ഖത്തറ ഞാൻ വന്ന സമയത്ത് കുറച്ച് അയ്യോ ഇതാ വാവ്. നല്ല രസമുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതാണ് കോൺക്രീറ്റ് ചെയ്തത്, ആ മണല്. ഇതിനോ? അവിടെ ബീച്ച് കണ്ട ട്രഡീഷണൽ ഡാൻസ് ആണ്. അപ്രൂവലോട് കൂടി ചെയ്യണതാണ്, ഗവൺമെന്റ് അപ്രൂവലോട്. ഇതെന്താ ഇതിനുള്ളില്? അത്ര ആവുന്നു, അത്ര ഇത് ലിപ്സ്റ്റിക്കാ? ഇത് ലിപ്സ്റ്റിക്. ടൈപ്പ് ഓഫ് ക്ലൗഡ്. നൈസ്. ഇങ്ങനെ പണ്ടത്തെ ഓരോന്ന് ഇവിടെ കാണാൻ വെച്ചിരിക്കുക കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. എല്ല്, ഹൗസ് ഓഫ് എലിഷ്. ഷെൽസ് കേട്ടോ.
ഇതൊക്കെ വാങ്ങി വീട്ടിൽ വെക്കായിരുന്നു അല്ലേ ഷോന്. നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് എത്ര ഷെൽസാ ഓ ആരും നിൽക്കണമോ തോന്നി. ഇതെന്താ സാധനം? ഇതെന്താ മാലയാ ചോദിക്കുക? What necklace is this? What necklace is this? Is this pearl? Pearl. Like this one. സാധാ മുത്ത. സാധാ മുത്താവും. ഇതെന്താ? ഓ എന്ത് രസാ. ഇതോ ഇതോ ഇതാമേ ഇതാണ് ഒറിജിനൽ പേള് ആണോ? കാണാതിരിക്കാൻ ജാക്കറ്റിരിക്കുന്നത്. ഇത് രാമേശ്വരം പോയി കഴിഞ്ഞാൽ ഇത് ഫുള്ളും ഇങ്ങനത്തെ കാണാൻ പറ്റും നാട്ടില്. ഇതൊക്കെ എന്താ ഊതാണോ? ചെള്ളിപ്പൊടിയോ? പിന്നെ ഇവിടെ കുറച്ച് എന്താ പറയുക ചിലവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ. അപ്പം ഞാൻ കുറച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കാണിക്കുന്നുണ്ട്. ആണോ? അതുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ വ്ളോഗ് ചിലപ്പോൾ കുറച്ച് കമ്മിയായിരിക്കാം. വേറെ ഒന്നും വിചാരിക്കും കേട്ടോ. ഹായ് നിക്കടി. മമ്മി നിന്നാ നോക്കട്ടെ. വാ ഫോട്ടോ എടുക്കട്ടെ. ഹായ് ഹായ് ഹായ്. വാവ്. വാവ്. നീ നിക്ക്. നീ അവിടെ നിന്നോ? ആവി ഇതാരാ? അയ്യോ ഞാൻ ഇത്രയും വലിയ ഹൈറ്റ് കണ്ടപ്പോൾ ആരാണോ വിചാരിച്ചു. എന്തോ ഉണ്ടാക്കുന്നുണ്ട്. എനിക്കെന്തോ ആവശ്യത്തിന്. ഈ സാധനമാണ് പറഞ്ഞത് കിൻഡർ. അവള് കിൻഡർ ഇടും. ഓക്കെ ഇതാണ് കേട്ടോ ഞങ്ങളെ വിചാരിച്ച അതെന്തോ ആണ്. അതല്ല, ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഞങ്ങൾ ശേഷം നേരത്തെ അത് ഞങ്ങളുടെ ആയിരിക്കും. പക്ഷെ പറഞ്ഞാൽ അത് നമ്മുടെ അല്ല. നല്ല മൈദദോശയും ഗോതമ്പ് ദോശയും ഉള്ളു. ഞാൻ കിൻഡറാ പറഞ്ഞേ. അതെന്താ? കിൻഡർ ജോയിന്റെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇതെന്താ സംഭവം? അവിടെ പറയാം കട്ട് ചെയ്ത് തരാം. ടേസ്റ്റ്
ഇതൊന്ന് മുറിക്കടി. അത് ഞങ്ങളോട് തന്നെ കട്ട് ചെയ്ത് തരാൻ പറഞ്ഞാൽ മതിയായിരുന്നു. നോക്കട്ടെ മനസ്സിലായ രൂപയായി. അവരെവിടെ? നോട്ടെ. അയ്യോ പണ്ടത്തെ ഊത്. വാവ്. കഴിച്ചോ? ടേസ്റ്റ് ചെയ്തോ? വാവ് രസമുണ്ട് കാണാൻ. ഇത് നോക്ക്. അങ്ങനെ വാങ്ങിക്കാം. നന്നായിട്ടുണ്ടല്ലേ? ഇഷ്ടപ്പെട്ടു. എല്ലാ സാധനങ്ങളും ആ. ഉണ്ട്. കുഞ്ഞു 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 കളിക്കാൻ പറ്റിയ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത് പച്ചക്കറി മൂലക്കിലെ സ്റ്റേഷനറി, ചായക്കട, ആ പാല അതിനുള്ളിൽ ചായക്കട, ഇത് പലചരക്ക് കട, ഫ്രൂട്ട്സ്. ഇത് പലചരക്ക് കട. അയ്യോ നല്ല രസമുണ്ടല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതൊക്കെ കാണാൻ. ഇതാ സ്റ്റിച്ചിങ് അങ്ങനെ എന്തൊക്കെയുണ്ട്. അടിപൊളി. ഇങ്ങനത്തെ ഇതൊക്കെ ഞാൻ ഇവിടെ ദോഹയിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒക്കെ കോസ്റ്റ്യൂംസ് ഇട്ടിട്ടവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഒന്നും ഇങ്ങനെയില്ല. പണ്ട് ഞാനൊക്കെ 5th 6th ഇങ്ങോട്ട് വരുന്ന സമയത്തൊക്കെ ഞാൻ ഏകദേശം, പിന്നെ വെക്കേഷൻ സമയത്ത് നാട്ടിൽ ഞാൻ 4th വരെ നാട്ടിലായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വെക്കേഷൻ വരുമ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ട് ഇതുപോലെയൊക്കെ. നന്നായിട്ടുണ്ട്. കല്യാണമാണോ? അല്ല. بغيت اسوي مرتاش بس المرتش فيها الحديد اللي فيها مع بعض ياخذ وقت. ايه حلمت തട്ടാനാണ് തോന്നുന്നു, ഗോൾഡ് തട്ടാൻ. തുണി. ഓ സ്റ്റിച്ചിങ്. വാവ്. നല്ല ഇങ്ങോട്ട് എന്ത് രസമാണ്. ഒരു സെന്റ് പെർഫ്യൂംസിൻ്റെ ഒന്നും അത്ര. മാലകളും
ഡ്രമ്മ്, പണ്ടത്തെ ഡ്രമ്മും. ഇത് ബാസ്കറ്റ് ബോൾ കളിക്കാൻ വേണ്ടിയിട്ടാണോ വിചാരിച്ചു. അവർ പറഞ്ഞു ബേട്ടി മച്ചിലി കെലിയത്തോ പക്കടിനെ കെലിയെന്നൊക്കെ അവർ ഹിന്ദിയിൽ പറഞ്ഞു. അയ്യോ ഞാൻ ചമ്മിപ്പോയി. കടൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ എടുക്കാൻ വേണ്ടിയിട്ടാ. ഇതിലാത്ര വല്ല ആ ആപ്പ श्रीकांत मुझे नहीं पता आप क्या बोलते हैं. ईरान मालूम नहीं? तुम हिंदी है ना? हाँ. हम ईरान है, ईरान. हिंदी मालूम है हमें. हाँ थोड़ा भी मालूम, मेरे अच्छी मालूम तरह नहीं. से नहीं मालूम. मालूम है. हाँ थोड़ा थोड़ा. ईरान ईरान है, ईरान है. ईरान ईरान. हाँ. ओके ओके. अच्छा अच्छा. ये दोनों ईरान है. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇത് കജൂർ അവരിങ്ങനെ കെട്ടി കാണിച്ചു തരാം കേട്ടോ. അവർ തേൻചാമ്പഴമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പെറിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെയാണ് കെട്ടുക. കജൂർ. അച്ഛാ എനിക്ക് ഹിന്ദിയായി, അവരുടെ ഭാഷയിൽ എന്താണെന്ന് മനസ്സിലാവാതെ ഞാൻ ആദ്യമൊക്കെ ഒന്ന് എന്താ ഏറാന്ന് ഇറാൻ തന്നെ പറയണേ. ഏറാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിത് എന്തത് മനസ്സിലായില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഇതിപ്പോൾ എവിടെ ഇത് ഒറിജിനൽ മീനാണോ? ഈ ഒട്ടകം പോകുന്നു. അവിടെ മീൻ ഉണക്കട്ടിക്കുന്നുണ്ടോ? അയ്യോ അതെന്തത്? ഫ്രീ ആണോ? ഫോട്ടോഷൂട്ടാണ്. ക്യാമൻ്റെ അവൾ ഇരുന്നു, പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എങ്ങനെയുണ്ട് കണ്ടവർക്ക്? സെറ്റ് സെറ്റ് സെറ്റ്. അയ്യോ അടിപൊളി ക്ലൈമറ്റ്. നക്ഷത്രത്തിനെ കാണുന്നുണ്ടോ? ഇല്ല. നക്ഷത്രം നല്ല കാർമേഘം. പപ്പേനെ വല്ലപ്പോഴും ഒന്ന് വീഡിയോയിൽ ഇങ്ങനെ കിട്ടാറില്ല കേട്ടോ. സ്മെല്ലടിച്ച് നിൽക്കാൻ വയ്യ. ഇത് അങ്ങോട്ട് സ്മെല്ലടിച്ചപ്പോൾ ഞാൻ വിളിച്ചിട്ട് എന്താ ആനയുടെ പിണ്ടിയാണോ ചൂടടിക്കണോ അതോ ക്യാമലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതാണോ വിചാരിച്ചു. പിന്നെ നടന്ന് ഇവിടെ എത്തിയപ്പോഴേ ഈ സ്മെല്ല്. അപ്പോഴാണ് ഇതിങ്ങനെ തൊങ്ങാനിട്ടിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഭയങ്കര അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടു ഖത്താറയിലുള്ള ഇപ്പോഴത്തെ എക്സിബിഷൻ. നന്നായി എക്സ്പ്ലോർ ചെയ്യാനും കാണാൻ അടിപൊളിയുണ്ട്. ഇരുന്ന് കാണാൻ എനിക്ക് എങ്ങനെ ഒരു 5-6 മണിക്കൂർ എടുക്കും ഫുള്ളും ഡീറ്റെയിൽഡ് ആയിട്ട് കാണുന്നത് കേട്ടോ. നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ എന്നിട്ട് സ്പൈസസ് ആണ്. എന്തൊക്കെ പച്ചമഞ്ഞൾ, ഇതുണ്ടോ ഉണക്കമുളക്, പച്ചമുളക് എല്ലാം ഉണ്ട്. മസൂർ ഡാൾ. ഇതൊക്കെ എന്താ പടക്കോ? ചെറുടനല്ലേ ഇതെവിടെ ഇരിക്കണോ? ചക്കി ചക്കി പരുന്ത് പറഞ്ഞൂലേ. ചിറക് വെട്ടിയിട്ടുണ്ടാവും. കോഴി. കൊത്തുണ്ടോ? ചുറ്റുന്നുണ്ട് കൈ.
വിട്ടതേ. ലൈറ്റ് പോകുന്നു. ഇപ്പോൾ ഇത് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോകും. അതൊക്കെയോ കുറച്ച് നന്നായിട്ടുണ്ട്. ഹായ് ഗായ്സ്, എല്ലായിടത്തും വരുന്നുണ്ട്. നല്ല കാറ്റില്ലേ, നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട്. നന്നായിട്ടുണ്ടല്ലോ ഉണ്ണേട്ടാ. ആ അറിയാലോ, കുറേ കവർ ചെയ്യാൻ നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം ചിലവർക്കൊന്നും സോഷ്യൽ മീഡിയയിൽ വരാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് കത്രീസും പല അതും നാഷണാലിറ്റീസൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഇതിങ്ങനെ ചിലവിടെ മാക്സിമം എക്സ്പ്ലോർ പറ്റുന്നതൊക്കെ എടുക്കുന്നുണ്ട്. അല്ലാത്തവിടെയൊക്കെ നമുക്ക് പേടിയാണ്. അതുകൊണ്ടാണ് ഇതിപ്പോൾ നമ്മൾ ഷിപ്പ് കുറച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് ചുറ്റി അങ്ങനെ ഇതുകൊണ്ട് വന്നു. അപ്പോൾ എനിക്ക് ആ ഭാഗത്ത് കവർ ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ പല നാഷണാലിറ്റി കത്രീസൊക്കെ ഇരിക്കുന്നുണ്ട്. എനിക്ക് അതുകൊണ്ടൊക്കെ അവിടെ ഇടാൻ പറ്റില്ല ലൈറ്റ്. നല്ല അടിപൊളി ക്ലൈമറ്റ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ഖത്തർ ഫ്ലാഗ്. അവരൊക്കെ നടന്നു വരുന്നതേ ഉള്ളൂ. പ്രാവശ്യത്തെ സൂപ്പറായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇവിടെ ഈ സൈഡൊക്കെ ഫിഷ് വളർത്തുകയാണ് തോന്നുന്നു അല്ലേ? ഇതെന്താ സാധനം? ഫിലിപ്പീനീസ് കൊളക്കൊലോടി. ദേ വലുത് ഇതവിടെ ഉണ്ട്. ആ ഫിലിപ്പീനീസ് കൊളക്കൊലോടി. ഒന്നുകൂടി പറ. ഫിലിപ്പീനീസ് കൊളക്കൊലോണ്ടി. എനിക്ക് പണ വേണ്ടേ? I don't want to go to water. No. I don't want to go ഇതിലെവിടെയോ ഒരു മീൻ. അതെ അതെ അതെ. ഞങ്ങളുടെ ഇന്ത്യൻ ഫ്ലാഗ് ഇവിടെ കണ്ടു. ഇതൊക്കെ വാങ്ങി നോക്കുന്നുണ്ടോ? അതെന്താ ഇത്? കിളിയുടെ ആണ്. ഈ പപ്പിക്കുട്ടർ എനിക്ക് അറിയണം ഇങ്ങനത്തെ സംഭവം. അത് ഫയർ ചെയ്യാനാണെന്ന് പറഞ്ഞു കേട്ടോ. ഈ സാധനമാണേ ഞാൻ ഓടിയത്. എന്തൊരു ചാർജപ്പാ. നന്നായിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നന്നായിട്ടുണ്ട്. കിത്തനെയാവോ? 100. വാവ്,
ഇത് വെള്ളം കൊണ്ടുവന്നാണ് ഈ നാശം. വെൽവെറ്റാണേ അതെ. ഇത് കേട് വരും പക്ഷെ വെള്ളമാവാനൊന്നും പറ്റില്ല. ഓ ഇതിൽ കളറടിക്കാൻ ഇത് പണ്ട് ഞാൻ ഇങ്ങനെ കളിച്ചിട്ടുണ്ട്. ഇതിലത്തെ ഇതണ്ട ഇതിലിങ്ങനെ വീഴ്ത്തി. അയ്യോ നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് മീൻ പിടിക്കാനാണ്. നേരത്തെ ഞാൻ ചോദിച്ച കടയിൽ ഇത് ബാസ്കറ്റ് ബോൾ കളിക്കാനാണോ എന്ന് വിചാരിച്ചു. കൊട്ട ആഹാ ഇതെന്തൊക്കെയാ നോക്കട്ടെ. ഓ കളർഫുൾ. ഇവിടെ എന്തൊക്കെയാ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നീ കഴിഞ്ഞില്ലേ? മതി. ഗിരി കയറിയിരിക്കടാ ഞങ്ങളിട്ടാ മായ മനസ്സ അവര് വരുന്നുണ്ട്. പപ്പിയും ജിവിനും വേറെ നടന്നു വരുന്നുണ്ട്. കാറില്ല മമ്മി, ഞങ്ങൾ വേറെ സ്ഥലത്ത് കാണാൻ പോവാ. അല്ലല്ല ആ സ്ഥലത്തേക്ക് പോവാ. അന്ന് ഇങ്ങോട്ട് ഇറങ്ങി ബഗിന്ന് വന്ന ശേഷം ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങി ഇവിടെ ഇരിക്കുക. അവർ വരണേ ഉള്ളൂ. ഇവിടെ ഇരിക്കുകയാണ് അവർ വരട്ടെ എന്ന് വെച്ചിട്ട്. പപ്പ വന്നിട്ടില്ല. കുറച്ചധികം നടക്കാനുണ്ട്. അധികം മൈൽ തന്നെ വരുമുണ്ട്. നടക്കുകയാണെങ്കിൽ കുറച്ച് നല്ല സമയം എടുക്കും. തലയുടെ മേലെ ആകാശമാണ് കേട്ടോ. നല്ല രസമില്ലേ? ഫുള്ളും സ്റ്റാർ നടുക്കുന്നില്ല. ആ സ്റ്റാർ നല്ല കാർമേഘം മൂടിക്കെട്ടി വരുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിൽ മഴയ്ക്കുള്ള സാധ്യത എന്നൊക്കെ ഖത്തറിൽ അനൗൺസ് ചെയ്യുന്നുണ്ട്. അവിടെ എന്തോ TV എന്തോ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ ബഗിൽ വന്നിട്ട് പിന്നെ ഇവിടെ അത്ര കാണാനൊന്നും അങ്ങനെ ഇവിടെ ഉണ്ടല്ലോ. എന്തോ ചെറിയൊരു മിനി പ്രോഗ്രാം അതെന്തോ ഇതൊക്കെയായിരുന്നു. അപ്പം ഞങ്ങൾ തിരിച്ച് അതേ ഇതിൽ തന്നെ പോവുകയാണ്. എന്നാ രണ്ടുപേരും ബഗിയിൽ കയറിയിട്ടോ. മമ്മിയും മായയും കൂടി ബഗിയിൽ കയറി. അതെ ഞങ്ങൾ ഖത്താറിന്റെ എല്ലാം ഏകദേശം ഞങ്ങളിപ്പോൾ ഫൈനലി വീടെത്തി. ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു ഗൈസ്. ബൈ. If you like this vlog, please share, subscribe, comment below.
So stay tuned for our next vlog. അതെ Okay, bye. ബൈ Mwah.